കുട്ടിക്കർഷകനായ 13 വയസ്സുകാരൻ മാത്യുവിൻ്റെ 13 പശുക്കളും മരണപ്പെട്ടു. 5 പശുക്കൾ ഗുരുതരാവസ്ഥയിലാണ്. സംഭവ സ്ഥലത്ത് ഓടിയെത്തി ചിഞ്ചുറാണി മന്ത്രിയും റോഷി അഗസ്റ്റിനും. ക്ഷീരവകുപ്പ് മന്ത്രിയാണ് ചിഞ്ചുറാണി, ചടയമംഗല MLA ആണ്. അവരുടെ പ്രവൃത്തി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അവർ വിവരം അറിഞ്ഞപ്പം തന്നെ സംഭവ സ്ഥലത്തെത്തി റോഷി അഗസ്റ്റിന് പിന്നാലെ എത്തി. ഒരമ്മയുടെ സ്നേഹം പോലെ ആ കുട്ടിയോട് പെരുമാറി. ആർദ്രമായ ഒരു രംഗമായിരുന്നു അത്. ചിഞ്ചുറാണി അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനെ വേണം മന്ത്രിമാർ. കാരണം 13 വയസ്സുകാരനായ മാത്യുവിനെപ്പറ്റി നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത് കൂടുതലും. അങ്ങേർക്ക് 18 പശുവുണ്ട്. ചേട്ടൻ ജോർജുമായിട്ട് ചേർന്നിട്ടാണ് ഈ കുട്ടിപ്രായത്തിൽ തന്നെ പശുക്കളെ വളർത്തി അതിൽ ഉൽപ്പാദിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രയത്നിക്കുന്ന ഒരു കുട്ടിയായിട്ട് 2 കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഈ റോഡിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും വീട്ടിലെ അപ്പനമ്മമാരുടെ പണം വാങ്ങിച്ചിട്ട് ഡ്രഗ്സ് അടിച്ചും 2 വീലറും കറങ്ങി നടക്കുന്ന ഒരു പണിയും ചെയ്യാത്ത കുട്ടികൾ ധാരാളം പേരുണ്ട്. കോളേജിൽ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരുടെ പിന്നാലെയും പോയി നടക്കുന്ന ഒരു തലമുറയെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട് നോക്കുക. പിറവത്തെ നമ്മുടെ മാത്യുവിനെ കണ്ടുപിടിക്കണം. ആരും പ്രതീക്ഷിച്ചില്ല ഈ കുട്ടി കർഷകൻ ഒരു 18 പശുവിൻ്റെ പുള്ളിയും ചേട്ടനൂടെ സ്വന്തമായി വളർത്തുകയാണ്. ഒരു കാലിച്ചട്ട് ആ അമ്മയുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ പണം വാങ്ങിച്ച് അവർ ഷെഡ് പണിത് ഇതിനെ പരിപാലിക്കുകയാണ്. നാടൻ പശുക്കൾ തന്നെയാണത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം, കൊച്ചു മനസ്സാണ്, പക്ഷേ വലിയ മോഹങ്ങളുണ്ട്. സ്വന്തമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ കുട്ടി, ഈ മാത്യുവിനെ നമ്മൾ കേരളത്തിലെ കുട്ടികളെല്ലാവരും മാതൃകയാക്കണം. 10-25 വയസ്സ് വരെ ഉള്ള കുട്ടികൾ കേരളത്തിൽ ജോലി കിട്ടാതിരിക്കുന്നവരും ചീട്ട് കളിച്ച് നടക്കുന്നവരും ഡ്രഗ്സ് അടിച്ച് നടക്കുന്നവരും ഒക്കെ ധാരാളം പേര്. 2 വീലർ അപ്പൻ്റെ അമ്മയുടെ പൈസ വാങ്ങിച്ച് വിരട്ടി ബൈക്ക് വാങ്ങിച്ച് അത് ചെത്തി നടക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണുകയാണ്. കേരളത്തിൽ നമുക്ക് പകർത്തേണ്ട മാതൃകാപരമായ ഇതായിരിക്കുന്നു നമ്മുടെ മാത്യുവിൻ്റെ ചേട്ടൻ ജോർജും. നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അവരെ മികച്ച കർഷകരായ അവാർഡും വാങ്ങിച്ചിട്ടുണ്ട്. ഏതായാലും ചിഞ്ചുറാണി അവിടെ ഓടിയെത്തി നമ്മുടെ ഈ അഗ്രികൾച്ചറും അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറിയുടെ വകുപ്പ് മന്ത്രിയാണ് ചിഞ്ചുറാണി. അവരുടെ പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മുടെ ശ്ലാഘിക്കാം. വളരെ ഒതുങ്ങിക്കൂടി വലിയ വിവാദമില്ലാതെ പോകുന്ന ചടയമംഗല MLA, ആ മന്ത്രിയുടെ പ്രവർത്തനത്തെ ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അവർ ചില പ്രസ്താവനകൾ നടത്തി. തീർച്ചയായിട്ടും ആ കുട്ടി ഈ 13 പശുക്കൾ കപ്പത്തൊലി തിന്ന് ആയിരിക്കണം സൈനൈഡ് പോലത്തെ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടാണ് എല്ലാം കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത്. 5 എണ്ണം വളരെ കണ്ടീഷൻ മോശമായിട്ട് കിടക്കുന്നു. എല്ലാ പശുക്കളും തീർന്നു. ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവൻ ബോധം കെട്ട് വീണു, ആശുപത്രിയിലാണ്. ഏതായാലും മന്ത്രി വരുന്നു, അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ വന്ന് സന്തോഷമായി ആ കുടുംബത്തിന്, ആ കുട്ടികൾക്ക്. മന്ത്രി ഏതായാലും ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു 5 പശുക്കളെ ഹൈബ്രീഡായിട്ടുള്ള മാട്ടുപ്പെട്ടിയിൽ നിന്നുള്ള 5 പശുക്കളെ കൊടുക്കാവുന്ന ദാനം കൊടുക്കുകയല്ലത്. ഒരു കുടുംബം നമുക്ക് മാതൃകാപരമായി കേരളത്തിൽ കുട്ടികൾ കണ്ടുപഠിക്കേണ്ട 2 കുട്ടികളെ ആണ്. അത് 5 പശുവല്ല, സർക്കാർ ചിലവ് 10 പശുക്കളെ കൊടുത്താലും നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നൊരു പയ്യന് സഹായം എത്തിക്കുകയാണ്. ഏതായാലും അവിടെ മറ്റു ചില കാര്യങ്ങളുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു 45,000 രൂപ മിൽമയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. 45,000 രൂപ കൊടുക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം സഹായമായ രീതിയിൽ ചില കാര്യം കൂടെ അവർ പറഞ്ഞു. കാരണം പശുവിന് ഇനി ഉള്ള പശു അല്ലെങ്കിൽ മരിക്കാതെ കിടക്കുന്ന പശുവിൻ്റെ ബ്ലഡ് എടുക്കണം, ഇത് കണ്ടെത്തണം, കുറേ ഉപദേശം അവർ കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചു. അവിടെയാണ് ചിഞ്ചുറാണി എന്ന ആ മന്ത്രിയുടെ
ആ സമൂഹത്തിനോടുള്ള കടപ്പാട് എന്താണ്, ഇതുപോലെ അധ്വാനിക്കുന്നവരുടെ കടപ്പാട് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക ഒരു വ്യക്തി തന്നെ. അവരെപ്പറ്റി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു മന്ത്രി പ്രവർത്തിക്കേണ്ട എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുത്തതാണ്. ഏതായാലും മിൽമയുടെ ദുരന്ത നിവാരണത്തിന് ഒരു ഫണ്ട് കൊടുക്കും, 1 മാസത്തെ കാലിത്തീറ്റ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് മന്ത്രി പറയുകയും ചെയ്തു. ആ കുട്ടിയുടെ സഹായത്തിന് വേറെ ചില ആൾക്കാരും എത്തിക്കഴിഞ്ഞു. നടൻ ജയറാം 5 ലക്ഷം രൂപ അക്കൗണ്ട് ഇട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. വാഗ്ദാനം ചെയ്യല്ല, കുട്ടിയുടെ അക്കൗണ്ട് കിട്ടി അന്നേരം ഇട്ട് കൊടുക്കും. മമ്മൂട്ടി 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ജയറാമിൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. 2 ലക്ഷം രൂപ മോഹൻലാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ കിട്ടട്ടെ. തീർച്ചയായിട്ടും കേരളത്തിലെ നമുക്കറിയാം മിൽമയുടെ ഇന്ത്യയുടെ റെവല്യൂഷൻ നടത്തിയ ആ മലയാളി കുട്ടനാട്ടുകാരൻ വർഗീസ് ജോർജ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം നടത്തിയത് അദ്ദേഹമാണ്. നമുക്കിവിടെ ഒരു അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടാകട്ടെ. കേരളത്തിലെ നമ്മുടെ പട്ടിണിയും പരിവട്ടവും ഇവിടെയുള്ള വളരെയധികം കുട്ടികളും അല്ലെങ്കിൽ കുടുംബവും വളരെയധികം ബുദ്ധിമുട്ടി കഴിയുന്നവരെ ഇത് മാതൃകാപരമായിട്ട് സ്വീകരിക്കണം. 1 പശു 2 പശു ഉള്ളവരൊക്കെയാണ് ഒരു കുടുംബം പുലർത്തുന്നുണ്ട്. 5, 10, 15 സെൻറ്റ് സ്ഥലമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്താൽ കേരളത്തിലെ നമുക്ക് പല കുടുംബങ്ങൾക്കും സ്വന്തം കാലിൽ നിൽക്കാം. കാരണം സ്വന്തം വരുമാനം ഉണ്ടാവും. അധ്വാനിക്കണം, പശുവിനെ പരിപാലിക്കണം, മൃഗങ്ങളോട് സ്നേഹം വേണം, സമയത്തിൽ അതുങ്ങൾക്ക് പുല്ല് എത്തിക്കൊടുക്കണം. അങ്ങനെയുള്ള ഏതായാലും വരുമാനം ഉണ്ടായിക്കഴിയുമ്പം എല്ലാ മാർഗത്തിൽ കൂടെ നമുക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികളെല്ലാം ഇത് മാതൃകയാക്കണം. കൃഷിയൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷിയെ കീടങ്ങൾ ആക്രമിച്ച് നശിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതേ സമയത്ത് തന്നെ 8, 10, 15, 20 സെൻറ്റ് സ്ഥലമുള്ള കുടുംബത്തിലെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്നവർ സ്വന്തമായി കാലിൽ നിൽക്കാൻ, സ്വന്തമായി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും മറ്റു രീതിയിലുള്ള പണം നിങ്ങൾക്കുണ്ടാവും. പണം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് മാതൃകാപരമായിട്ട് നമുക്ക് മാത്യു കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നമ്മളാരും അറിഞ്ഞേ ഇല്ല. ഈ ഒരു 13 പശുക്കൾ അതിൻ്റെ വിഷാംശം ഉള്ളിൽ ചെന്ന് ചത്തു കഴിഞ്ഞപ്പോഴാണ് അത് വലിയ വാർത്തയാകുന്നത്. വലിയ വാർത്തയെന്ന് പറഞ്ഞാൽ ആ വാർത്തയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കേരളത്തിലെ. ഏതായാലും ഈ ഒരു സംഭവം കേരളത്തിലെ കുട്ടികളുടെ തലമുറയ്ക്ക് ഒരു ഉത്തേജകം തന്നെയാണ്. കാരണം ഇതുപോലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ വേദന, കുഞ്ഞു മനസ്സാണ്, അതിനെ ഇമ്മീഡിയറ്റായിട്ട് അത് ബോധം കിട്ടുമെന്ന് ആശുപത്രിയിൽ പോയി, ഹോസ്പിറ്റലായിപ്പോയി. മനുഷ്യർക്ക് വലിയ ആൾക്കാർക്കുണ്ടാകുന്ന അതേ ഹൃദയവേദന ആ കൊച്ചിനും ഉണ്ടായി എന്നുള്ളതാണ്. കേരളത്തിലെ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് കണ്ടുപഠിക്കണം. ഡയറി വിപ്ലവം നടത്തിയ, പശു വിപ്ലവം നടത്തിയ കേരളത്തിൽ ധാരാളം നമുക്ക് സ്കോപ്പുള്ളൊരു സംഗതിയാണ്. എല്ലായിടത്തും പച്ചപ്പുണ്ട്, പുല്ലുണ്ട്. എല്ലാവർക്കും ഒരുപ്പെട്ട കുറേ ആൾക്കാർക്കൊക്കെ അവർക്ക് സ്വന്തമായി വീടില്ലെങ്കിലും ചെറ്റ വീടാണെങ്കിലും 10, 15 സെൻറ്റ് സ്ഥലം, അത് പട്ടയ വസ്തു ആകണമെന്നില്ല, വല്ലവരുടെ വസ്തുവായിരിക്കും കയറി താമസിക്കുന്നതായിരിക്കും. എങ്കിലും 2 പശു വളർത്തിയാൽ തീർച്ചയായിട്ടും ആ കുടുംബം കഴിയും. പാല് വിൽക്കാം, ചാണകം വളരെ ഡിമാൻഡുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് അധ്വാനം വീട്ടിൽ തന്നെ പരിസരത്ത് തന്നെ നടത്തി ഈ രീതിയിൽ ഒരു ഡയറി വിപ്ലവത്തിലേക്ക് കേരളം പോകുന്നതായിരിക്കും അടുത്ത ഭാവിക്ക് നല്ലത്. നമുക്ക് പല ആൾക്കാരും അൺഎംപ്ലോയിഡായിട്ട് ഓരോ വീടുകളിൽ കഴിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തൊഴുത്ത് നിർമ്മിച്ച് കൊടുക്കാമെന്ന് തീർച്ചയായും അവിടെ ഡയറിക്കാർ സമ്മതിച്ചു. പല സഹായങ്ങളും വരും. ആ കുട്ടി വിഷമിക്കരുത്, കാരണം എല്ലാ ഭാഗത്തും സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മന്ത്രി തന്നെ നേരിട്ടെത്തി, റോഷി അഗസ്റ്റിനോട് എത്തി ആ കുട്ടിയെ താലോലിച്ചു, അതിൻ്റെ മനോവേദന മനസ്സിലാക്കി. ഒന്നും നഷ്ടപ്പെടാനില്ല, പോയതെല്ലാം പോട്ടെ, ഇതാ സഹായമായി എത്തിക്കഴിഞ്ഞു. ദയവ് ചെയ്ത് ആ എത്തിക്കാമെന്ന് പറഞ്ഞ സഹായം ആ കുട്ടിയുടെ എത്തിക്കാനായിട്ട് ഒരു ഫോളോ അപ്പ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ കുട്ടിയെ ഇനി മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരാനൊക്കെ. അത് തന്നെയല്ല, കേരളത്തിലെ എനിക്ക് തോന്നുന്നത് ഒരു ഡയറി വിപ്ലവത്തിൽ ഉണ്ടാകുന്നതിന് തീർച്ചയായിട്ടും ഈ പയ്യൻ ഈ കുട്ടികൾ രണ്ടും വളർന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഈ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള, കേരളം സെൽഫ് സഫിഷ്യൻ്റ് ആകാനും മറ്റുള്ള സ്റ്റേറ്റിൽ നമ്മൾ പാല് കൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ പാലുമായിട്ട് ബന്ധപ്പെട്ട മിൽക്കി മിസ്റ്റ് എന്നുള്ള വളരെയധികം പ്രോഡക്റ്റുകളും ഇവിടെ ഉണ്ടാകും. ആ പയ്യന് തീർച്ചയായിട്ടും അതിനുള്ള കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് ആ കുടുംബവും ആ പയ്യന്മാരും പോകും എന്നാണ് ഞാൻ കരുതുന്നത്.